ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉഷാർ ആൻഡ് പവർഫുൾ വീഡിയോ തന്നെയാണ്. വല്ലാത്തൊരു കുഴഞ്ഞാട്ട പരുവത്തിലേനി എൻ്റെ ലൈഫിനെ ഞാൻ എങ്ങനെ തിരിച്ചു പിടിച്ച് വീണ്ടും ട്രാക്കിൽ എത്തിച്ചെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന അമ്മി കുമ്മായം മറിക്കണ പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ കുറച്ച് ശീലങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇപ്പോൾ ഇവൾ ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഇത്ര കാര്യമായിട്ട് ചെയ്ത കാര്യങ്ങളെന്ന് വിചാരിക്കും. അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല. അത്രയും സിമ്പിളാണ് സംഗതി. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോങ് ടൈമിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശീലാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഉഷാറായ സംഗതി. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ് ഇൻട്രോ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് തന്നെ കടന്നാലോ? ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ലൈഫിലൊരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരണമെങ്കിൽ രാവിലെ നേരത്തെ അങ്ങോട്ട് എണീക്കാം. ഇത് ക്ലീശയായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് അല്ലേ. സംഗതി വലിയ ഈസിയുള്ള ടാസ്ക് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഈസിയുള്ള ടാസ്കേ അല്ല രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമുക്ക് ആർക്കായാലും രാവിലത്തെ ആ ഒരു സമയം അലാറൊക്കെ ഒന്ന് അടിഞ്ഞ് അതൊന്ന് സ്നൂസ് ചെയ്തിട്ട് പിന്നുള്ള ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ളൊരു പരിപാടിയാണ് അല്ലേ. ആ ഒരു ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കുള്ളൂ. അത് നല്ലൊരു സുഖമുള്ളൊരു ഉറക്കമായിരിക്കും. അപ്പോൾ ഈ നേരത്തെ എണീക്കുക എന്നുള്ളതിൻ്റെ മുമ്പിൽ കുറച്ച് നേരത്തെ എണീക്കുക എന്നുള്ളതും കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. ഈ കുറച്ച് എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറയാനൊരു കാരണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എണീക്കുന്ന ഒരാൾ ഒരൊറ്റ അടിക്ക് നമ്മൾ വിചാരിക്കണം നാളെ അങ്ങോട്ട് മറിച്ചിടണം, ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് 5 മണി അല്ലെങ്കിൽ ഒരു 4:30 എണീക്കാൻ അങ്ങോട്ട് തീരുമാനം എടുക്കും. നടക്കുമോ സംഗതി? നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ നടക്കും. പിന്നെ അതാ കിടക്കുന്ന ശങ്കരം പിന്നെയും തിങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ നാളെ ഇപ്പം രാവിലെ എണീക്കണം, ഒരു 5 മണിക്ക് എണീക്കണം എന്നൊക്കെ വിചാരിച്ച് അലാറൊക്കെ വെച്ച് പിറ്റേന്ന് അലാറത്തിൻ്റെ പണി എടുക്കൂലേ. 5 മണിയാകുമ്പോൾ അലാറം അടിയും. അലാറം അടിഞ്ഞ പാട് നമ്മൾ എന്താ തപ്പുക? ആ സ്നൂസ് ബട്ടൺ എവിടെയാണെന്ന് തപ്പൂലേ. എന്നിട്ട് വേഗം സ്നൂസ് ചെയ്ത് പിന്നെയും അവിടെ കിടക്കും. അങ്ങനെ കിടന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞ് എണീക്കുമ്പോൾ ആ ഒരു ശപിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ദിവസം തുടങ്ങല്ലേ. പക്ഷേ ഇന്നും ഇപ്പോൾ ഇങ്ങനെ തന്നെ നേരം വൈകി എണീക്കേണ്ട അവസ്ഥയായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടായിരിക്കും ദിവസം തുടങ്ങാം. തുടക്കം നന്നായാൽ പാതി നന്നാവും എന്നുള്ള ആ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് ആ ഒരു ദിവസം തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം മൊത്തത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എണീക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എന്നുള്ള കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് എണീക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ ഈ സമയം നമ്മളെ കയ്യിലില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഒരു ജാതി നെട്ടോട്ടുണ്ട് അല്ലേ. അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക, അത് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യം വേറെ വരും, കുട്ടികളോട് ദേഷ്യം പിടിക്കൽ വേറൊരു പരിപാടിയാവും. അങ്ങനെ എല്ലാം കൂടി ഒരു ജഗപോക അവസ്ഥയാവില്ലേ. അപ്പോൾ അതിന്നൊക്കെ ഞാൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് ആ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തലേന്ന് തന്നെ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ എഴുത്തും കുത്തും ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത്, അതിൽ പ്രയോറിറ്റിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിൻ്റെ കൂടെ ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് സാവധാനത്തിൽ കുറച്ച് സമയം ഇരുന്ന് ആ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട്, വിഷ്വലൈസേഷന് ഭയങ്കര ഒരു പവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ കൂടുതൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ആ ഒരു ടോപ്പിക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിരിക്കണം കേട്ടോ. ഓരോരുത്തരും അറിവുള്ള ആ ഒരു വിഷയത്തിൽ അറിവുള്ള ഓരോരുത്തരും അതിനെപ്പറ്റി ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ടോപ്പിക്സ് ആണ് കേട്ടോ. വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, അതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കുറച്ച് സമയത്ത് ഇരുന്ന് റിലാക്സ് ആയിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോവുക. ആദ്യ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നേരെ ഒരു ഓട്ടമായിരിക്കും അടുക്കളയിലേക്ക്. പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കലിനോ പരിപാടി ഉണ്ടാവില്ല. തുടങ്ങും അങ്ങോട്ട് പരിപാടി അന്നത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ദിവസം ആക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു ദിവസം എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എഴുതി വെച്ച പോലെ തന്നെ ആ ഒരു ദിവസം പോകണമെന്നൊന്നുമില്ല, പക്ഷേ അതൊരു ശക്തിയാണ്. നമ്മൾ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ദിവസം അങ്ങനെ ആയി തീരണം നമ്മൾ മനസ്സിലങ്ങോട്ട് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശക്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് റിലാക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി നോക്ക്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയൊരു ശീലമാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ശീലങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞൊരു ശീലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഈ പുതുതായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം മുതലേ ഞങ്ങൾ പാല് വാങ്ങാൻ പോക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും കൂടി നടക്കലുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സമയം നടക്കുക, ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക എന്നുള്ളത് അതങ്ങനെ ഒരു ശീലമാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഇപ്പം നന്ദൂട്ടിന് എക്സാമും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓനും കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കാൻ ഇങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ
ഓനെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ വേറെ വലിയ ജഗപൊകയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഓനും വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കും ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്തായി, പുറത്ത് പോയിട്ടുള്ള പാല് വാങ്ങാൻ പോക്കണ നടത്തം എന്താക്കി ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നടക്കുക എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരു 30 മിനിറ്റ് ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് നടന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇത് ചെയ്യണം എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിന് നല്ലൊരു എന്താ പറയുക, നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേ ഒരു ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാവില്ല, മൂഡ് സ്വിങ്സ്, അതിനൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ വേണ്ടി സഹായിച്ചതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് മേലെ നിന്നൊരു നമ്മളെ സ്റ്റെപ്പ് കൗണ്ടർ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യും. ഒരു 3000 സ്റ്റെപ്പാണ് ടാർഗറ്റ്, ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3000 സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അതിലൊരു 2000-2500 സ്റ്റെപ്പൊക്കെ ഞാൻ നടന്നതിന് ശേഷമാണ് താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പരിപാടി. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാനൊരു ചെറിയൊരു ഹാബിറ്റാക്കി മാറ്റിയെടുത്തൊരു സംഗതിയാണ്. പറയുമ്പം കാര്യം ഒരു 2000 സ്റ്റെപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമാണ്, പക്ഷേ ചെറുതെന്ന് തുടങ്ങുമ്പോഴാണ് എപ്പോഴും നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മൾ അച്ചീവ് ചെയ്തെന്ന് കാണുമ്പോഴാണ് പിന്നെ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറിയൊരു ടാസ്കിൽ നിന്ന് തുടങ്ങാം. മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഒറ്റയടിക്ക് മറിച്ചിടണമെന്ന് വിചാരിക്കുന്നതിന് പകരം പയ്യെ തിന്നാ പനയും തിന്നാന്നുള്ള പഴഞ്ചൊല്ലില്ലേ, അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചിട്ട് കാര്യങ്ങൾ ചെറുങ്ങനെ ഒന്ന് ശീലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കുറേ കാലം നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലത്തെ നടത്തത്തിൽ 2453 സ്റ്റെപ്പാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് കയറുക. അങ്ങനെ അടുക്കളയിൽ കയറി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണതിൻ്റെ തിരക്കിലാണ്. പിന്നെ ഞാനൊരു മാറ്റം വരുത്തിയൊരു സംഗതി എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു ഡയറ്റ് പ്ലാൻ അങ്ങനെയൊന്നും ആയിട്ടല്ല, ഭയങ്കര സ്ട്രിക്റ്റിൽ പോകുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഒന്നും ആയിട്ടല്ല. അതും ഇതുപോലെ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ളൊരു തുടക്കമാണ്. IMF ചെയ്യുക, അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിൻഡോ ഞാൻ സെറ്റ് ചെയ്തത് വലിയൊരു റിസ്ക് ഇല്ലാത്തൊരു വിൻഡോ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തത്. സംഗതി 16 മണിക്കൂറിൻ്റെ വിൻഡോ ആണ്. അപ്പോൾ അത് വൈകുന്നേരം ഒരു 6 മണിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 10 മണിക്കാണ് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിൻഡോ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഈ വെയിറ്റ് ലോസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് IMF നല്ല അടിപൊളി റിസൾട്ട് തരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ IMFനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇത് പഠിച്ച കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, ഡോക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വീഡിയോ ചെയ്തത് നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് എത്രത്തോളം എനിക്കത് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാനുള്ള ഒരു അറിവൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാനത് വലിയൊരു കാര്യമായിട്ടൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. എങ്ങനെ ഒരു ബിഗിനറായ ഒരാൾക്ക് എങ്ങനെ IMF തുടങ്ങാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ നിങ്ങൾ കണ്ടു വയ്ക്കാൻ മതി. നല്ല അടിപൊളി റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. പിന്നെ റിസൾട്ട് എന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിയാണല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും ഇതുപോലെ ഡയറ്റ് പ്ലാനോ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടാം. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്നാണ് വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു 2 ദിവസം ഞാൻ അടുപ്പിച്ച് കുറച്ച് നോൺ വെജ് ഒക്കെ കൂട്ടി നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ വെയിറ്റ് കൂടും ചെയ്യും. 2 ദിവസം ഞാൻ ഒന്ന് ഡയറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെയിറ്റ് എനിക്ക് കുറയ്ക്കാനും പറ്റലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ് എൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് 62 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരാഴ്ച കൊണ്ട് എനിക്ക് 57 കിലോയിലേക്ക് എത്തി. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ പോർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറവാക്കി എടുക്കുക. ആ ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. അതും പിന്നെ ഷുഗർ കട്ടിങ്, അതും ഞാൻ എല്ലാ ദിവസവും ഒന്ന് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് അത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത്രയും വിൽ പവറൊക്കെ ഉള്ളവർക്ക് ഷുഗർ കട്ടിങ് അത്ര പെട്ടെന്ന് മൊത്തമായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു 2 ദിവസമൊക്കെ എടുത്തിട്ട് ആ ഒരു ദിവസം ഷുഗർ തീരെ കഴിക്കില്ല, ആ ഒരു ദിവസം ഷുഗർ തൊടുകയില്ല, ഒരു ഷുഗർ കട്ടിങ് ഡയറ്റായിട്ട് ആ ഒരു ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 62 കിലോ ഉള്ള ഞാൻ 57 കിലോയിലേക്ക് പെട്ടെന്നാണ് മാറുക കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റൊന്നും ഫോളോ ചെയ്യലില്ല. അപ്പോൾ അങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുഡിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലല്ല എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കായിട്ടൊരു ടൈം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ തന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ. അത് വേറെ ആരും വന്ന് നമുക്ക് അത് ഇജ്ജ് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇജ്ജ് കുറേ നേരമായാലും കഷ്ടപ്പെട്ട് ഇനി അണക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തോ അല്ലെങ്കിൽ ഇനി അന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊന്നും പറഞ്ഞാൽ ആരും വന്ന് നമ്മളോട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും ഈ സെൽഫ് കെയർ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമേ അല്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഒരു കെയർ നമുക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അറിയുമ്പോണ്ടല്ലോ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടാനുണ്ട്, ആ ഒരു ലെവൽ കൂടാനുണ്ട്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഹാബിറ്റായി വന്നതിന് ശേഷം ഈ ഫുഡിലുള്ള ആ ഒരു കൺട്രോൾ ഒരു ഹാബിറ്റായിട്ട് വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടോ. ഈ ഹെൽത്ത് കെയർ പോലെ തന്നെയുള്ള ഒരു കാര്യമാണല്ലേ. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻറ്റബിൾ ലുക്കിലൊന്നും നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പം അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് വേറെ അല്ലേ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മേക്കപ്പ് കാര്യമായിട്ട് ചെയ്യാൻ ഇഷ്ടമില്ല, അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ലിപ്സ്റ്റിക്ക് സ്കിപ്പ് ചെയ്യലില്ലേ അധികം ആൾക്കാരും. അപ്പോൾ നോ മേക്കപ്പ് ലുക്കിൽ ഒരു ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷെയ്ഡ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാമാർത്ത് ബ്രാൻഡുകളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മാമാർത്ത്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അല്ലേ, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മാമാർത്ത് ബ്രാൻഡിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു 9 ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കുറച്ച് സ്വാച്ചസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിലിപ്പോൾ ഏത് ഷെയ്ഡാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. 9 ഷെയ്ഡും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സാണ്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം ഏതൊക്കെ ഷെയ്ഡാണ്, ഷെയ്ഡ് നമ്പറും ഷെയ്ഡ് നെയിമും എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടുമല്ലോ, പെട്ടെന്ന് പിടികിട്ടുമല്ലോ. അപ്പോൾ ഈ മാമാർത്തിൻ്റെ പ്രത്യേകത, ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സിനെ ഡാർക്കൺ ചെയ്യിക്കാണ്ട് നമുക്ക് എവരിഡേ യൂസിന് പറ്റിയ നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്, നല്ലൊരു ചോയ്സാണ് കേട്ടോ. പാരബൺ സിലിക്കൺ ഫ്രീ ആയതുകൊണ്ട് തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചെടുത്തോളം ഒരു 5 മുതൽ ഒരു 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് നീറ്റായിട്ട് ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വാട്ടർ പ്രൂഫിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ. പിന്നെ ഇതിലെ ഹീറോ ഇൻഗ്രീഡിയൻസ് ആയിട്ട്, കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ജോജോബ ഓയിലും വൈറ്റമിൻ ഇ ആണ്. ഈ ലിപ്സിനെ സോഫ്റ്റൻ ചെയ്യിക്കാനും സ്മൂത്തൻ ചെയ്യിക്കാനും ജോജോബ ഓയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ എല്ലാവർക്കും അറിയില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്ത് നമ്മൾ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്ത് നമ്മളെ നല്ലൊരു മോയ്സ്ചറൈസിങ് തരാൻ വേണ്ടി, ലിപ്സിന് മോയ്സ്ചറൈസിങ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പറ്റുന്ന കളർ ഏതാണെന്ന്, നിങ്ങൾക്ക് കളർ ഷെയ്ഡ് ഏതായിരിക്കും എന്നുള്ള നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. അപ്പോൾ പറ്റുന്ന ഷെയ്ഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വിട്ടാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ, പർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. കൂടാണ്ട് മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. തീർന്നിട്ടില്ല, നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അഭിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനായിട്ട് ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഓഫ്ലൈനായിട്ട് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് കാണുകയാണ്, പ്രസൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിയ മേക്കപ്പ് ഒക്കെ ഇട്ട് എന്താ പറയുക, ചില ആൾക്കാർ പറയില്ല ഓള് ചുണ്ടും ചൊപ്പിച്ച് നടക്കണല്ലേ, ഓള് പുട്ടിയിട്ട് നടക്കുകയാണെന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യണത് നമുക്കറിയാം. അപ്പോൾ വേറെ ഉള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു പ്രസൻറ്റബിളായിട്ട് നമ്മൾ ഒരുങ്ങി ഒന്ന് നടക്കണം, ഒരു കാണുമ്പോൾ ആ ഒരു ലുക്ക്, ഒരു പ്രസൻറ്റബിൾ ലുക്ക് വേണം. അപ്പോൾ അതിന് ചെറിയൊരു നമുക്ക് ചേരുന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ഇട്ടൊന്ന് പുറത്തേക്ക് പോകണം. പക്ഷേ വേറെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഇഷ്ടത്തിന് നമ്മൾ വേറൊരാളെ വായിലാണ് അതിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക, ഒരു പറഞ്ഞാലേ ആ ഒരു സന്തോഷം കിട്ടും എന്നുള്ള രീതിയിൽ ഒരിക്കലും കാണരുത്. നമുക്ക് പ്രസൻറ്റബിളായിട്ട് നടക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ ഹാബിറ്റായിട്ട് മാറ്റിയെടുത്ത കുറച്ച് കാര്യങ്ങൾ. അത് ഒരു ഹാബിറ്റ് എന്നും പറയാനായിട്ടില്ല, ഒരു റൊട്ടീനായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ലതായി തോന്നി. എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ചിട്ടയായിട്ട് എന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് വൈബ്സ് ഓൺലി എന്നും പറഞ്ഞ് കുത്തിരിക്കുക നമുക്ക് ആരെക്കൊണ്ട് പറ്റില്ല അല്ലേ, അത് നടക്കാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, എല്ലാതരം ഇമോഷൻസും നമുക്ക് വരും. അപ്പോൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾക്ക് നമ്മളെ മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കണത് തൊട്ടിട്ട് നടക്കാൻ പോണത് തൊട്ടിട്ട് നല്ലൊരു സ്ലീപ്പിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ്, ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ്
കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്നും ഒരു ബെറ്റർ പേഴ്സണായിട്ട് മാറാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളായിട്ട് ഇതുപോലെ ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.